നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിഷു സംക്രമത്തിന്റെ ഫലമായി അത്തം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന പൊതുഫലത്തെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 1201 മേടം 2, 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച ചതയം നക്ഷത്രത്തിൽ പകൽ 9:32 മേടവിഷു സംക്രമണം. മേടരവി സംക്രമം ചൊവ്വാഴ്ച സൂര്യോദയത്തിന് ശേഷമായതിനാൽ 2026 ഏപ്രിൽ 15 ബുധനാഴ്ച പുലർച്ചെ 4:30 മുതൽ 6:30 വരെയാണ് വീടുകളിൽ വിഷുക്കണി വയ്ക്കാൻ നല്ലത്. ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷുവെന്ന് വിളിക്കുന്നത്. വിഷു സംക്രമത്തിന്റെ പൊതുഫലമാണ് ഇനി പറയുന്നത്. പുതുവർഷത്തിന്റെ തുടക്കമായ മേടം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോഴും ഏപ്രിൽ 2 മുതലുള്ള ചൊവ്വ ശനി യോഗവും ലോകത്ത് പലവിധ മാറ്റങ്ങൾ ഉണ്ടാക്കും. വിഷു സമയത്തെ ഗ്രഹനിലയുടെ ഫലമായി നാശനഷ്ടങ്ങൾ വർദ്ധിക്കാനും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ ജനങ്ങളെ മൊത്തത്തിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ജൂൺ 2 വ്യാഴമാറ്റത്തിന് ശേഷം സാവധാനം സമാധാനത്തിലേക്ക് പോകുന്നതാണ്. വിഷുഫലം ഒരിക്കലും ഗോചരാൽ ചിന്തിച്ചല്ല പറയുന്നത്. അതായത് നിലവിൽ കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനി എന്നിവ ഉണ്ടെങ്കിലും അത് ഇതിൽ ബാധകമല്ല. വിഷു സംക്രമത്തിന്റെ ഫലമായി 18 നക്ഷത്രങ്ങൾക്ക് വളരെയധികം ഗുണമുണ്ടാകും. മധ്യഷഡ്ഗമുള്ള നാളുകാരായ പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം ഇവർക്ക് പ്രശസ്തി, സാമൂഹികമായും സാമ്പത്തികമായും അഭിവൃദ്ധി, എല്ലാ കാര്യങ്ങളിലും തടസ്സം മാറുക, പുതിയ ജോലി ലഭിക്കുക എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട്. ഈ മധ്യശൂലത്തിലുള്ളതായ അത്തം നക്ഷത്രക്കാർക്ക് വിഷു സംക്രമത്തിന്റെ ഭാഗമായി എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അത്തം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ്. ഇവർക്ക് മികച്ച വരുമാന മാർഗവും രോഗമുക്തിയും ലഭിക്കും എന്നതാണ് ഇത്തവണത്തെ പ്രധാന വിഷുഫലം. അത്തം നക്ഷത്രക്കാർക്ക് വിഷുഫലം വളരെ അനുകൂലമാണ്. ഇവർക്ക് ഒന്നിലധികം വരുമാന മാർഗം കൈവരുന്നതാണ്. കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യലബ്ധിയും കൈവരും. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നടന്നു കിട്ടും. വിഷുഫലം അനുകൂലമായതിനാൽ കൃഷി, കന്നുകാലി വളർത്തൽ മുതലായവയിൽ നിന്നെല്ലാം മികച്ച വരുമാനം ലഭിക്കാൻ ഇടയാകുകയും ചെയ്യും. വിദേശ രാജ്യത്തുള്ളവർക്ക് അവിടെ ഉണ്ടായിരുന്ന ചില കേസുകളും മറ്റും അനുകൂലമാകുകയും വിദേശത്തേക്ക് പോകാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ മാറുകയും ചെയ്യും. വിഷു സംക്രമം അനുകൂലവും ഒപ്പം ഇവരുടെ 10ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ജോലിയിൽ നിന്നും മികച്ച വരുമാനം ഇവർക്ക് ലഭിക്കും. മുൻപുണ്ടായതിനേക്കാൾ നല്ല രീതിയിലുള്ള വരുമാനം ഇവർക്കുറപ്പായും വരുന്നതാണ്. ജോലിയിൽ കഠിനാധ്വാനവും പ്രയാസങ്ങളും മറ്റും ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നും താനെടുക്കുന്ന പണിക്ക് തുല്യമായതോ ഉയർന്നതോ ആയ വേതനം ലഭിക്കുന്നതിന് ഇടയാകും. ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഉയർച്ചയുണ്ടാകും. ചെയ്യുന്ന ജോലിയിൽ മികച്ച വരുമാനം ലഭിക്കുകയും തനിക്കിഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ജോലിമാറ്റം ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് നേട്ടവും കീർത്തിയും ഉണ്ടാകും. ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയം പ്രാപ്തമാകും. ജോലി സ്ഥലത്ത് പ്രമോഷൻ, ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതിന് ഇടയാകും. സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് മികച്ച സർക്കാർ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ തൃപ്തി ഇല്ലാത്തവർക്ക് പരിശ്രമിക്കുകയാണെങ്കിൽ വളരെ മികച്ച തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായ സമയമാണ്. പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ്. നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരികയും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും. തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമാക്കി മാറ്റാൻ ഇവർക്ക് സാധിക്കും. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും. ബിസിനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും അനുകൂലമായ സമയമാണ് വരാനിരിക്കുന്നത്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതോടെ സാമ്പത്തിക വിഷമതകൾ മാറും. വിവാഹം നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനിടയാകുകയും
പുനർവിവാഹത്തിനായോ പ്രണയ സാഫല്യത്തിനായോ പരിശ്രമിക്കുന്നവർക്ക് അനുകൂല ഫലം ലഭിക്കുകയും ചെയ്യും. ഇതുവരെ കഷ്ടപ്പെടുത്തിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതല്ലെങ്കിൽ പുതിയ ചികിത്സ നേടുന്നതിന് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങളുണ്ടാകും. രാഷ്ട്രീയം, സംഗീതം, കായിക വിനോദം, മീഡിയ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻസ്, പുരോഹിതൻ, സാമ്പത്തിക വകുപ്പ്, സാമൂഹിക സേവനം, ഗണിതശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ സയൻസ് സംബന്ധമായ മേഖലകൾ, എഞ്ചിനീയറിംഗ്, ജ്യോതിശാസ്ത്രം, ജേർണലിസം മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് വിഷുവിന് ശേഷം വരാനിരിക്കുന്നത്. വിഷുവിന് ശേഷം അത്തം നക്ഷത്രക്കാരുടെ പങ്കാളിക്ക് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. അതല്ലെങ്കിൽ അവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതിന് ഇടയാകും. അതുവഴി സാമ്പത്തികമായി നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. പങ്കാളിയുടെ ഉപദേശങ്ങൾ തൊഴിൽപരമായതോ ബിസിനസ് പരമായതോ ആയ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സഹായിക്കും. അത്തം നക്ഷത്രക്കാർ ആത്മീയപരമായി പലതരത്തിൽപ്പെട്ട തീർത്ഥയാത്രകൾ ചെയ്യുന്നതിനും പുതിയ വിഷയങ്ങളോ ആത്മീയ വിദ്യയോ പഠിക്കുന്നതിനുമെല്ലാം വിഷു സംക്രമത്തിനു ശേഷം ഇടയാകും. ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുശല്യം മാറുകയും അതല്ലെങ്കിൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ ശത്രുശല്യത്തിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇവർക്ക് സമൂഹത്തിൽ അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും. നേരിടുന്ന എല്ലാ മത്സരങ്ങളിലും ഇവർ അനായാസം ജയിക്കും. പുതിയ നേതൃത്വ പദവി ഏറ്റെടുക്കുന്നതിനും തന്നോടുണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറുന്നതിനും തനിക്ക് സത്കീർത്തി കൈവരുന്നതിനും വിഷുവിന് ശേഷം ഇടയാകും. മത്സരം, കലഹം, തർക്കം, രാഷ്ട്രീയം എന്നിവയിൽ മറ്റുള്ളവരെ പിന്നിലാക്കി വിജയകിരീടം ചൂടാൻ ഇടയാകും. നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ നീങ്ങുന്നതിനായി നിങ്ങളുടെ നക്ഷത്ര പ്രകാരമുള്ള പരിഹാരത്തെക്കാൾ ഉപരി നിങ്ങളുടെ ജനന സമയത്തെ ഗ്രഹനില പ്രകാരമുള്ള ധനദേവതയെയോ ഉപാസനാമൂർത്തിയെയോ പ്രാർത്ഥിക്കുന്നതാണ് ഉത്തമം. പ്രസ്തുത ദേവതകളെയും വിശദമായ ഫലങ്ങളും അടങ്ങിയ ജാതകത്തിന്റെ PDF ലഭിക്കുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.